കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി മുഴുവൻ ഉറങ്ങാതെ സുധീഷും നികേഷും ഹരീഷും സുഭാഷ് ഏട്ടന് കാവലിരിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഹാളിലിരുന്ന് ചായ കുടിക്കുന്ന നിധിയുടെ അടുത്തേക്ക് നികേഷ് വരികയാണ്. ഏട്ടത്തി സുഭാഷ് ഏട്ടൻ എവിടെ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഞാൻ എങ്ങോട്ട് പോയിട്ടില്ലടാ, ഇവിടെ തന്നെയുണ്ട് എന്നും പറഞ്ഞ് സുഭാഷും അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, ഇവൻ്റെ കാര്യം കേൾക്കണോ? രാത്രി മുഴുവൻ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ, ഞാൻ മാത്രമല്ല സുഭാഷ് ഏട്ടാ, ഇന്നലെ രാത്രി ഇവിടെ ആരും ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട, ഏട്ടൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും ഒരു ചിരിയോടെ അവരെ നോക്കുന്നുണ്ട്. മോളെ, ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടേ? ദോശ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നികേഷും ഒന്ന് ആലോചിച്ചുകൊണ്ട് മസാല ദോശ എന്ന് പറയുന്നുണ്ട്. ശരി, അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് സുഭാഷും അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഹരീഷും സുധീഷും പച്ചക്കറികളുമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ സുഭാഷ് ഏട്ടാ, ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയുണ്ട്, ഇനി സുഭാഷ് ഏട്ടൻ പുറത്തൊന്നും ഇറങ്ങണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ, നീ എന്തിനാ ഇതൊക്കെ വാങ്ങിയേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അല്ല, പച്ചക്കറി വാങ്ങാൻ പോകുന്ന വഴിക്ക് സുഭാഷ് ഏട്ടനെങ്ങാനും ഓടിപ്പോയാലോ എന്ന് കരുതിയാ എന്ന് ഹരീഷ് പറയുമ്പോൾ, ദേ ചുമ്മാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, അവൻ ചുമ്മാ തോണ്ടിയതല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ പോയതറിഞ്ഞ് ഞങ്ങളെ കൂടാതെ വേറെ ചിലരും കൂടി വല്ലാതെ വിഷമിച്ചു. ആരെന്നറിയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അച്ഛനല്ലേ, കുറേ സ്ഥലത്ത് അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ സംസാരം കേട്ടപ്പോഴും എനിക്കാകെ വിഷമായി എന്ന് സുഭാഷ് പറയുമ്പോൾ, അച്ഛനല്ല വേറൊരാൾ എന്ന് ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. വേറെ ആളോ? അതാരാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, എത്ര ആലോചിച്ചാലും സുഭാഷ് ഏട്ടൻ അവരെ കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ഗംഗാധരൻ വല്യച്ഛനും ലളിതമ്മയും സുഭാഷ് ഏട്ടൻ പോയതറിഞ്ഞ് ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് നികേഷ് പറയേ. ശരിക്കും എന്ന് സുഭാഷും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ആ, വല്യച്ഛൻ അതിനിടയിൽ ഈ വീട് വിട്ട് പോകണമെന്നൊക്കെ പറയാൻ തുടങ്ങിയതാ. പക്ഷേ അമ്മായി അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തായാലും തിരിച്ചു വരും, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്ന് സുധീഷ് പറയുമ്പോൾ, അതിനിടയിൽ ഇവിടുത്തെ കാരണവർ അവരുടെ മേക്കിട്ട് കയറാൻ നോക്കിയതാ, പക്ഷെ അവരൊന്നും മിണ്ടിയില്ലായിട്ടാ എന്ന് നികേഷ് പറയുമ്പോൾ, എന്തായാലും നന്നായി, വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അന്വേഷിക്കാൻ വന്നല്ലോ. എത്ര കാലമായെന്നറിയോ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നതൊന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, സുഭാഷ് ഏട്ടനായോണ്ടായിരിക്കും അവരൊന്ന് വന്നിട്ട് പോയേ എന്ന് സുധീഷ് പറയുമ്പോൾ, അതൊന്നല്ലടാ, ഇനിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നോക്കിക്കോ, അവരെന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രശ്നവും ഈ വീട്ടിലുണ്ടാവാതിരിക്കട്ടെ, ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചേ, പക്ഷേ എന്നെ കൊണ്ട് തന്നെ നിങ്ങളാകെ വിഷമിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനാകെ വല്ലാണ്ടായി. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, എൻ്റെ സുഭാഷ് ഏട്ടാ, ആ വീട്ടുകാരുടെ കൂടെ വന്ന ജോത്സ്യനില്ലേ, അയാൾ കാലങ്ങളായി ആ വീട്ടുകാരെ ഊറ്റി ജീവിക്കുന്നതാ. ഒരു 50 കല്യാണാലോചനയെങ്കിലും ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവും. അതൊക്കെ ഓരോ കാരണം പറഞ്ഞ് മുടക്കുന്നതാ ഇയാളുടെ പണി. പിന്നെ ആ വീട്ടിലെ പൂജകളും ക്രിയകളും എല്ലാം നോക്കി നടത്തുന്നതും ഇയാളാ. അവനാണെങ്കിൽ അയാൾ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യൂല എന്ന് സുധീഷ് പറയുമ്പോൾ, അങ്ങനെയാണോ എന്നൊരു അമ്പരപ്പോടെ നിധിയും ചോദിക്കുന്നുണ്ട്. അതേന്നേ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. പിന്നെ സുഭാഷ് ഏട്ടൻ്റെ ആ ജാതക വിധിയില്ലേ, അത് തെറ്റാണെന്ന് ഞാൻ ഇന്ന് തെളിയിച്ചു തരും എന്ന് സുധീഷ് പറയുമ്പോൾ, അതെങ്ങനെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള വഴി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിധി ഓഫീസിൽ വിളിച്ച് ഇന്ന് ലീവ് പറഞ്ഞോ, ഇന്ന് സുഭാഷ് ഏട്ടനെ നമ്മൾ സത്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും, നോക്കിക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉടായ്പൊന്നും കാണിക്കലേ എന്ന് നിധിയും പറയുന്നുണ്ട്. ഇല്ല ഏട്ടത്തി, ഇതിൽ ഞാനും സുഭാഷ് ഏട്ടൻ്റെ കൂടെയുണ്ട്, വാ എന്ന് പറഞ്ഞ് ചാവെടുത്ത് അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ഒരു ഓട്ടോയിൽ 4 ജ്യോത്സ്യന്മാരെയും കൂട്ടി സുധീഷും ഹരീഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. അച്ഛനും അങ്ങോട്ട് നോക്കിക്കൊണ്ട്, ഇതൊക്കെ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ, ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ, ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അതൊന്നും അല്ല അച്ഛാ, ഇവരെ വെച്ചിട്ടാ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ആ തെറ്റായ ധാരണകളൊക്കെ മാറ്റാൻ പോകുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നവൻ പറയുമ്പോൾ, എങ്ങനെ എന്ന് അച്ഛനും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, വേണമെങ്കിൽ അകത്ത് വന്ന് നേരിട്ട് നോക്കി കണ്ടോ, പിന്നെ അതിനിടയിൽ സംസാരിക്കാനൊന്നും പാടില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, ആയിക്കോട്ടെ ഞാൻ വന്നോളാം എന്ന് അച്ഛനും പറയുന്നുണ്ട്. പിന്നീട് 4 ജ്യോത്സ്യന്മാരെയും ഹാളിൽ കൊണ്ടിരുത്താണ് സുധീഷും ഹരീഷും. സുഭാഷും നികേഷും ഒക്കെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ജ്യോത്സ്യരോട്, ഇതാണ് സുഭാഷ് ഏട്ടൻ, ഇവരുടെ ജാതകമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയായി സുഭാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ല ജാതകം നോക്കേണ്ടത്, ഓരോരുത്തരായി വന്നിട്ട് വേണം ജാതകം നോക്കാൻ എന്നും പറഞ്ഞ് നികേഷിനോടായി, നികേഷെ ഇവരെ കൊണ്ടുപോയി അപ്പുറത്തിരുത്തി ജ്യൂസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നികേഷും അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്തൊക്കെയാടാ ഇത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ, അതൊക്കെയുണ്ട് സുഭാഷ് ഏട്ടൻ, അത് ആദ്യം ഈ ജാതകം എടുത്ത് പോയി വിളക്കിനടുത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കേ എന്ന് സുധീഷ് പറയുമ്പോൾ, സുഭാഷും ജാതകം കൊണ്ടുപോയി വിളക്കിനടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെന്താ ഓരോരുത്തരെയും സെപ്പറേറ്റ് ജാതകം നോക്കിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരാൾ പറഞ്ഞത് തന്നെ മറ്റേ ആൾ റിപ്പീറ്റ് ചെയ്യില്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്തൊരു സ്മാർട്ട്നെസ് അല്ലേ എന്ന് നിധിയും ഒരു ചിരിയോടെ ഹരീഷിനോട് ചോദിക്കാണ്. അല്ല, ഇനി എല്ലാവരും ഒന്ന് തന്നെ പറഞ്ഞാലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അങ്ങനെ വന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോവും, എടാ അങ്ങനെയൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിക്കേ എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് ജാതകമായി വരുമ്പോഴേക്കും ഓരോരുത്തരെയായി അകത്തേക്ക് വിളിക്കുകയാണ്.
അയാൾക്ക് അവിടെ നിർത്തി സുഭാഷിന്റെ ജാതകം നോക്കി. നല്ല സ്ഥല ജാതകം, ധനയോഗം, മാലയോഗം, കുടുംബയോഗം, എല്ലാ യോഗങ്ങളും ഉണ്ട്. എന്നാൽ ചന്ദ്രൻ നീചത്തിലായോണ്ട് ജാതകക്കാരന് ഇപ്പോൾ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. വീട് വിട്ട് പോവാനും സാധ്യതയുണ്ട് എന്നയാൾ പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. കല്യാണ യോഗം എന്താ ജ്യോത്സ്യരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ജാതകപ്രകാരം കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ എന്ന് ജ്യോത്സ്യർ പറയുമ്പോൾ എല്ലാവരും സുഭാഷ് ഏട്ടനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്താടാ ഇങ്ങനെ നോക്കുന്നേ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ, ഇനി വേറെ വല്ലയിടത്തും കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് ജ്യോത്സ്യരും സുധീഷിനോട് രഹസ്യമായി പറയാണ്. അത് കേട്ട് സുഭാഷും അങ്ങനെയൊന്നുമില്ല ജ്യോത്സ്യരെ എന്ന് പറയുമ്പോഴേക്കും സുധീഷും അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കുന്നത് കണ്ട്, എന്താടാ ഇങ്ങനെ നോക്കുന്നേ, അങ്ങനെയൊന്നും ഇല്ലാന്ന് അദ്ദേഹത്തോട് പറ എന്ന് സുഭാഷും പറയാണ്. എന്തായാലും ജാതകത്തിലെല്ലാം ഉണ്ട്, ജീവിതത്തിൽ അതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ആദ്യം അതിനുള്ള പരിഹാരം ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ പോയി എല്ലാ വഴിപാടുകളും ചെയ്യണം. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ കുറിച്ചു തരാം എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ദോഷമോ, ഈ ജാതകക്കാരന് ജാതകപ്രകാരം ഒരു ദോഷവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഒരു ചിരിയോടെ അയാളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായി വന്ന് സുഭാഷിന്റെ ജാതകം നോക്കിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറയാണ്. പിന്നീട് എല്ലാവരും പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സുഭാഷും അവരുടെ അടുത്തേക്ക് വന്ന് കുറച്ച് നോട്ടെടുത്ത് അവരുടെ കൈ കൊടുക്കുന്നുണ്ട്. പറഞ്ഞത് മുഴുവനും ഉണ്ടല്ലോ എന്നയാൾ പറയുമ്പോൾ, എല്ലാവർക്കും ഉള്ളതുണ്ട് എന്ന് സുധീഷും പറയാണ്. അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും അച്ഛനും ഉമ്മർത്ത് നിന്ന് അവരെ തന്നെ നോക്കുന്നുണ്ട്. എടാ സത്യം പറ, നിങ്ങൾ പറഞ്ഞുറപ്പിച്ച് നാടകം കളിക്കാൻ വന്നതല്ലേ അവര് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അല്ല, ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ ഉള്ള കാര്യം തന്നെയാ എന്ന് സുധീഷ് പറയുമ്പോൾ, അത് നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എടാ, ഈ ജാതകത്തിലൊന്നും ഒരു കാര്യമില്ല, കൂടെ നടക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും മുകളിൽ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അവരൊന്നും മിണ്ടാതെ ഒരു ചമ്മലോടെ നിൽക്കുന്നത് കണ്ട്, ശരി ശരി ചെല്ലി എന്ന് അവരോടായി അച്ഛൻ പറയുന്നുണ്ട്. അവർ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ നികേഷും നിധിയും സുഭാഷും അവരെ നോക്കിക്കൊണ്ട് നിൽപ്പാണ്. എന്താ സുഭാഷ് ഏട്ടാ, സന്തോഷായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷും ഒരു ചിരിയോടെ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഒരുപോലെ പറഞ്ഞത് കേട്ടില്ലേ എന്ന് നിധി പറയുമ്പോൾ, തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പോയിരിക്കും എന്ന് സുധീഷ് പറയുമ്പോൾ നിധിയും ഒരു ചിരിയോടെ അവനെ നോക്കാണ്. പിന്നീട് നിധി ഹോളൊക്കെ അടിച്ചു വരുമ്പോഴേക്കും സുഭാഷും അവിടെ നിന്ന് അവിനാശിനെ വിളിച്ച് ജോലിക്കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അവൻ നിധിയുടെ അടുത്തേക്ക് എത്തി, മോൾക്ക് ഇന്ന് ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ സുഭാഷ് ഏട്ടാ എന്നവളും പറയാണ്. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന്, ആഹാ, സുഭാഷ് ഏട്ടൻ്റെ മുഖത്തുള്ള ടെൻഷനൊക്കെ മാറി ആകെ ഒരു എനർജി ആയല്ലോ എന്ന് പറയുമ്പോൾ, അതാ ജോത്സ്യന്മാർ വന്നോണ്ടൊന്നും നല്ലടാ, നിങ്ങൾക്കൊരു തട്ടുകേടും പറ്റില്ല എന്നറിഞ്ഞോണ്ടാ എന്ന് സുഭാഷും പറയാണ്. അല്ല, നമുക്ക് തറവാട്ടമ്പലത്തിൽ പോകണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോൾ, പോവാം, അതിനു മുന്നേ ആ അമ്പലം എവിടാണെന്ന് കണ്ടുപിടിക്കണ്ടേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയും ഒരു അമ്പലപ്പോടെ അവനെ നോക്കിക്കൊണ്ട്, തറവാട്ടമ്പലം അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നവൻ പറയുമ്പോൾ, സുഭാഷ് ഏട്ടനും അറിയില്ലേ എന്നവൾ ചോദിക്കാണ്. അത് പിന്നെ അങ്ങോട്ടൊന്നും പോവാത്തതുകൊണ്ട് അറിയില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വരികയാണ്. തറവാട്ടമ്പലം എവിടെയാച്ചാ എന്നവൾ ചോദിക്കുമ്പോൾ, എന്ത് എന്ന് അച്ഛൻ ചോദിക്കാണ്. അല്ല, തറവാട്ടമ്പലം എവിടാന്ന് ചോദിച്ചതാ എന്നവൾ പറയുമ്പോൾ, എന്ന് അച്ഛനും കൈമലർത്തിക്കൊണ്ട് പറയാണ്. സത്യമായിട്ടും അറിയില്ലേ, നിങ്ങളുടെ സ്ഥലം എവിടെയാ എന്നവൾ ചോദിക്കുമ്പോൾ, ഇവിടെ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതല്ല, ശരിക്കും നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം അപ്പനപ്പൂമ്മമാർ എവിടെയാണോ ജനിച്ചു വളർന്നിരിക്കുന്നത് അവിടെയാ തറവാട്ടമ്പലം ഉണ്ടാവുക എന്ന് നിധി പറയുമ്പോൾ, ശരിക്കുള്ള ഉറവിടം തേടി പോവുകയാണെങ്കിൽ നവീകന്മാർ ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണെന്ന് അറിഞ്ഞേ, പക്ഷേ അവിടെ അമ്പലം ഉണ്ടോയെന്നറിയില്ല, പക്ഷേ കുറേ കുരങ്ങന്മാരുണ്ട് ഇവനെ പോലെ എന്ന് സുധീഷിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും, നിങ്ങളുടെ അച്ഛൻ നിരീശ്വരവാദിയാ എന്നവൾ ചോദിക്കുന്നുണ്ട്. ആജ്ഞാവാദി എന്നും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങേരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഒരു കവറുമായി അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, ഞാൻ കടയിൽ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ, സുഭാഷ് ഏട്ടൻ പോയ വിവരം എല്ലാവരും അറിഞ്ഞതാ, ഓരോന്ന് ചോദിക്കാൻ നിൽക്കും, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ, ഞാനതിന് ഒരു കുറ്റവും ചെയ്തിട്ട് പോയതല്ല, പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ടും പോയതല്ല, എനിക്ക് മാറി നിൽക്കാൻ തോന്നി, ഞാൻ മാറി നിന്നു, തിരിച്ചു വരാൻ തോന്നി തിരിച്ചു വന്നു, അതിനവർക്കൊക്കെ എന്താ, വാട നികേഷ്, നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നികേഷിനെ വിളിക്കുമ്പോഴേക്കും നികേഷൻ സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട്, ഷെയ്ക്ക് കുടിച്ചിട്ട് വരാവേ എന്നും പറഞ്ഞ് നികേഷ് സുഭാഷ് ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. നിധിയും അവരെ നോക്കിക്കൊണ്ട്, സുഭാഷ് ഏട്ടൻ, എന്തായാലും നിങ്ങളുടെ ജോത്സ്യന്മാരുടെ ബുദ്ധി ഫലിച്ചു, സുഭാഷ് ഏട്ടൻ ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് എന്നൊക്കെ നിധി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഒരു ചിരിയോടെ, അതാണ് സുധീഷ് എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും